ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനായിട്ട് വേണ്ടത് 2 സവാള, കുറച്ച് കൊച്ചുള്ളി, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലതായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇതൊന്നിട്ട് നല്ലതായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നമുക്ക് മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ഒഴിക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാല എല്ലാം ഇതിലൊന്ന് പിടിക്കുന്നതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടീസ്പൂണാണ് സോൾട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് പിന്നെ കുറവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. ഇനി വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരു 15 to 20 മിനിറ്റ്സ്. ഇതിപ്പോൾ നല്ലതായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.